അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മോമിനികളെ. കാട്ടാക്കടയിൽ നിന്നും കഴിഞ്ഞ ദിവസം നിങ്ങളുടെയൊക്കെ മുന്നിൽ ഞെട്ടിക്കുന്നൊരു വാർത്ത നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിരുന്നു. കാട്ടാക്കടയിൽ യുവതി വീട്ടിൽ പ്രസവിച്ച കുഞ്ഞ് മരിച്ചു. പരിശോധനയിൽ കുഞ്ഞിൻ്റെ മൃതദേഹത്തിൽ നിരവധി മുറിപ്പാടുകൾ കണ്ടെത്തി. അനക്കമില്ലാത്ത നിലയിൽ കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ സംശയം തോന്നിയ ആശുപത്രി ജീവനക്കാരാണ് പോലീസിൽ വിവരം അറിയിച്ചത്. യുവതി ഗർഭിണിയായിരുന്നുവെന്ന് അറിഞ്ഞില്ലെന്നാണ് ഭർത്താവ് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റാത്ത വാർത്ത. അത് കേട്ടവർക്കും കണ്ടവർക്കും ആർക്കും വിശ്വസിക്കാനായിട്ടില്ല. ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്നാണ് ആളുകൾ ചോദിക്കുന്നത്. പക്ഷെ വാർത്തകൾ ഉള്ളതാണ്. വാർത്തയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നമ്മൾ നിങ്ങളുടെയൊക്കെ മുന്നിൽ എത്തിച്ചത്. സ്വന്തം ഭാര്യ ഗർഭിണിയായ വിവരം ഭർത്താവും ആ വീട്ടുകാരും അറിഞ്ഞില്ലത്രേ. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ആർക്കാണ് വിശ്വാസം വരിക? അതും 9 മാസം ഗർഭിണിയായി, എന്നിട്ടും ആളുകൾ അറിയുന്നില്ല. അവസാനം പ്രസവിച്ചതിന് ശേഷമാണ് എല്ലാവരും ഞെട്ടിപ്പോയത്. പ്രസവത്തെ തുടർന്ന് ഭർത്താവിനോട് ചോദിച്ചപ്പോൾ ഭർത്താവും പറഞ്ഞ് ഞാനും എൻ്റെ വീട്ടുകാരും അറിയില്ല. അതാണ് നമുക്കാർക്കും വിശ്വസിക്കാൻ പറ്റാതായത്. ഇപ്പോൾ കാട്ടാക്കടയിൽ നിന്നും ഞെട്ടിക്കുന്ന വാർത്തയാണ് നമ്മുടെയൊക്കെ മുന്നിലെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞായറാഴ്ചയായിരുന്നു ഷംന വീട്ടിൽ പ്രസവിച്ചത്. ഷംനയുടെ ഭർത്താവായ അൽത്താഫിന് ഇറച്ചിക്കടയിലായിരുന്നു ജോലി. 3 വർഷം മുമ്പാണ് ഇവരുടെ വിവാഹം കഴിഞ്ഞത്. ഇവർക്ക് 2 വയസ്സുള്ള മറ്റൊരു കുഞ്ഞു കൂടിയുണ്ട്. ഇറച്ചിക്കട തൊഴിലാളിയായ ഭർത്താവ് അൽത്താഫ് ഞായറാഴ്ച ജോലി കഴിഞ്ഞ് ഉച്ചയോടെ വീട്ടിലെത്തിയതായിരുന്നു. അപ്പോൾ അൽത്താഫ് കണ്ട ആ ഒരു കാഴ്ച സഹിക്കാൻ പറ്റാത്തതായിരുന്നു. ഭാര്യ ഷംന വയറുവേദന കൊണ്ട് പുളയുന്ന കാഴ്ചയാണ് അൽത്താഫ് കണ്ടത്. ആകെ അവശ നിലയിലായിരുന്നു ഷംന. അങ്ങനെ ആശുപത്രിയിൽ കൊണ്ടുപോകാനായി അൽത്താഫും ബന്ധുവും കൂടി ഷംനയെ ഓട്ടോറിക്ഷയിൽ കയറ്റി. തുടർന്ന് ഷംനയുടെ ചെരുപ്പെടുക്കാനായി അൽത്താഫ് മുറിയിലേക്ക് എത്തിയപ്പോഴാണ് ആ ഒരു ഞെട്ടിക്കുന്ന കാഴ്ച കണ്ടത്. ഇവരുടെ കട്ടിലിനടിയിൽ രക്തം പുരണ്ട തുണിയിൽ ഒരു ചോരക്കുഞ്ഞിനെ കണ്ടത്. എത്രയും പെട്ടെന്ന് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും കുഞ്ഞിന് ജീവനില്ലായിരുന്നു. മൃതദേഹത്തിൽ മുറിവ് കണ്ടതോടുകൂടി ഡോക്ടർ പോലീസിന് വിവരം നൽകുകയായിരുന്നു. ഇതേ തുടർന്ന് അൽത്താഫിനെ ചോദ്യം ചെയ്തപ്പോൾ അൽത്താഫ് പറഞ്ഞതാണ് ഭാര്യ ഗർഭിണിയായ വിവരം ഞാനും എൻ്റെ വീട്ടുകാരും അറിയില്ല എന്ന്. അൽത്താഫിൻ്റെ ആ ഒരു മറുപടിയാണ് നമുക്ക് ആർക്കും വിശ്വാസം വരാതിരുന്നത്. 9 മാസം ഗർഭിണിയായി വീട്ടിൽ പ്രസവിച്ചിട്ടും ഈ പെൺകുട്ടി ഗർഭിണിയായ വിവരം ആരും അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ആർക്കും വിശ്വാസം വരുന്നില്ല. ഇനിയും ഇതിൻ്റെ സത്യാവസ്ഥ പുറത്ത് വരണമത്രേ. വാർത്തകൾ മാറി മറിഞ്ഞു വരികയാണ്. 9 മാസം വരെ സ്വന്തം ഭർത്താവിനെ ഒളിപ്പിച്ച ഗർഭം, അത് എന്തൊരു ഗർഭമായിരിക്കും? ഒരുപാട് നിഗൂഢതകൾ നിറഞ്ഞ കേസാണിത്. സംഭവത്തെ തുടർന്ന് പോലീസിന്റെ നിരീക്ഷണത്തിൽ കഴിയുന്ന അൽത്താഫിന്റെ ഭാര്യ ഷംനയെ പോലീസിന്റെ ആവർത്തന ചോദ്യത്തിൽ കുടുങ്ങുകയായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ ഇവർക്ക് 2.5 വയസ്സുള്ള മറ്റൊരു കുഞ്ഞുമുണ്ടെന്ന്. അങ്ങനെ പോലീസിന്റെ നിരന്തരമുള്ള ചോദ്യത്തിൽ ഷംന പറഞ്ഞ മറുപടി ഞെട്ടിക്കുന്ന മറുപടിയായിപ്പോയി. ഒരു കുഞ്ഞിനെ തന്നെ ശരിക്കും നോക്കാൻ പറ്റുന്നില്ല, പിന്നെയാണ് 2ാമത്തെ കുഞ്ഞ്. അതിനാലാണ് 2ാമത്തെ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് എന്ന് ഒരു കൂസലുമില്ലാതെ ആ സ്ത്രീ പറയുകയായിരുന്നു എന്നാണ് ഷംന പോലീസിന് കൊടുത്ത മൊഴി. പ്രിയപ്പെട്ടവരെ, ഇതുപോലുള്ള വാർത്തകളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇങ്ങനെയും നീച സ്വഭാവമുള്ള മനുഷ്യന്മാർ നമ്മുടെ ഇടയിലുണ്ടെന്ന്. അതാണ് നമുക്കൊന്നും ഇത് വിശ്വസിക്കാൻ പറ്റാത്തത്. വിശ്വസിക്കാൻ പറ്റാത്ത വാർത്ത തന്നെയാണ്. ആ സ്ത്രീക്ക് ഇതെങ്ങനെ സാധിച്ചു എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ആ കുഞ്ഞിനെ എങ്ങനെയാണ് കൊന്നത് എന്നറിഞ്ഞാൽ നിങ്ങളൊക്കെ ഞെട്ടും. സ്വന്തം ഉമ്മ ആളറിയാതെ പ്രസവിച്ച ചോര കുഞ്ഞിനെ കഴുത്തിൽ ബ്ലേഡ് ഉപയോഗിച്ച് മുറിക്കുകയും തുടർന്ന് മുഖത്തമർത്തി ശ്വാസം മുട്ടിക്കുകയും ചെയ്തു എന്നാണ് ഷംന പോലീസിന്റെ ചോദ്യത്തിൽ സമ്മതിച്ചത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനിയും കൂടുതൽ ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യത്തിനുള്ള മറുപടിക്ക് വേണ്ടി പോലീസ് ശ്രമിക്കുകയാണ്. നമ്മൾ ഈ വാർത്ത നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിച്ചപ്പോൾ ആരും വിശ്വസിച്ചില്ല. ഞാനും വിശ്വസിച്ചില്ല. വിശ്വസിക്കാൻ പറ്റാത്ത വാർത്തയാണ് നമ്മളൊക്കെ കേട്ടത്. എങ്ങനെയാണ് ഒരു സ്ത്രീക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത് എന്ന് ആലോചിച്ചു പോവുകയാണ്. ഇങ്ങനെയും മനുഷ്യന്മാരുണ്ടെന്ന് നമ്മളെയൊക്കെ മനസ്സിലാക്കി തന്നിരിക്കുകയാണ് ഈ ഒരു വാർത്തയിലൂടെ. ഒരു കുഞ്ഞുള്ള കാരണം മറ്റൊരു കുഞ്ഞിനെ നോക്കാൻ പറ്റുന്നില്ല അത്രേ. അതുകൊണ്ട് ആ ഇളം പൈതലിനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ ഈ ഉമ്മക്ക് എന്ത് ശിക്ഷയാണ് കൊടുക്കേണ്ടത്? അവർക്ക് എന്തെങ്കിലും മാനസിക രോഗമുണ്ടോ എന്നേ നമുക്ക് നോക്കേണ്ടതുള്ളൂ. അല്ലാതെ ഒരു ഉമ്മക്കും ഇതുപോലെ ചെയ്യാൻ പറ്റില്ല. ഓരോ മാതാപിതാക്കളും ഇന്ന് ജീവിക്കുന്നത് സ്വന്തം മക്കൾക്ക് വേണ്ടിയാണ്. അവരുടെ ജീവനും ജീവിതവുമാണ് അവരുടെ മക്കൾ. പടച്ച റബ്ബ് എല്ലാവർക്കും നല്ല ബുദ്ധി തോന്നിച്ചു കൊടുക്കട്ടെ. ഇതുപോലുള്ള മുസീബത്തിൽ നിന്നും എല്ലാവരും കാക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.